വരണം വരണം സാർ. ആ തുടങ്ങിയോടോ ബർത്ത്ഡേ പാർട്ടി? ആകുന്നുള്ളൂ സാർ, കാത്തോട്ടിരിക്കാം. എന്നിട്ട് അനിയത്തിയുടെ ഈ വിശേഷം നിന്നോടാരാ പറഞ്ഞേ? കോളനിയിലെ ബഷീറാ പറഞ്ഞത്. അവിടെ വലിയ ആളും ബാളൊക്കെ ആയിരുന്നു. ആരോടും പറയാതെ അവൾ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചു പോയിരിക്കുന്നു. ഗൗതം, ഇതിന് ചോദിച്ചൊരു പ്രശ്നം ഉണ്ടാക്കണ്ട. ഇത് ഞാൻ തന്നെ ഡീൽ ചെയ്തോളാം. മോനെ VIP എത്തി, താഴേക്ക് വാ. ഓക്കെ ഡാഡ്, ഐ ആം കമ്മിങ്. വാ. മോനെ ഹാപ്പി ബർത്ത്ഡേ പ്രേം. താങ്ക് യു സോ മച്ച്. താങ്ക് യു അങ്കിൾ. എന്തിനാ അങ്കിൾ ഇതൊക്കെ? അങ്കിൾ വന്നതിൽ വലിയ സന്തോഷം. എന്നാ ഡയലോഗായി അടിക്കുന്നേ? ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ നേതാവല്ലേ ഇദ്ദേഹം. ഇദ്ദേഹം വിളിച്ചിട്ട് വന്നില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ജയിച്ചാലും വെറും MLA ആയിരിക്കാനേ പറ്റൂ. ഇതാരാ മനസ്സിലായില്ല? എന്റെ ഫ്രണ്ട് ഗൗതം മേനൻ. ഹലോ. എടോ, താൻ കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ് നമ്മുടെ ഗൗരി മേനന്റെ ബ്രദർ. ഓ അത് ശരി. എന്ത് ചെയ്യുന്നു? അത് ഞാനിങ്ങനെ ചില പുതിയ ബിസിനസ്സുകളൊക്കെ തുടങ്ങാനുള്ള പദ്ധതിയിലായിരുന്നു. ഗൗരി വന്നില്ലേ? അവൾ ഇപ്പോഴും എത്തും. ആ വരണം. 100 years. ഹാപ്പി ബർത്ത്ഡേ പ്രേം. താങ്ക് യു സോ മച്ച്. സോറി അങ്കിൾ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഇറ്റ്സ് ഓൾ റൈറ്റ്. നീ കാത്തിരുന്ന ആളെത്തിയ സ്ഥിതിക്ക് ഇനി ആ കേക്ക് ഒന്ന് കട്ട് ചെയ്യണ്ടേ? Oh, sure. താങ്ക്സ്. പറഞ്ഞ പോലെ ഈ പിള്ളേരെ ഇങ്ങനെ വിട്ടാ മതിയോ സാർ? ഈ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇടപെടുന്നത് ഒരു പഴഞ്ചൻ ഏർപ്പാടല്ലേ. കാര്യങ്ങളൊക്കെ അവര് തന്നെ തീരുമാനിക്കട്ടെ. എന്തായാലും ഭരണം മാറുന്നതിന് മുമ്പ് കല്യാണം നടത്തണം. ഞാൻ ഇതൊന്നും ആലോചിച്ചില്ല. ഡ്യൂപ്പില്ലാതെ ഞാൻ ചെയ്ത ആ സീനിന് ജനങ്ങളിൽ നിന്ന് നല്ല റെസ്പോൺസ് ആയിരുന്നു. അതുകൊണ്ടാ ഒരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചത്. അതിപ്പോ ഇത്ര വലിയ പ്രശ്നമായോ? ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിൽ ഇത്രയും മോശമായ ഒരു സ്ഥലത്തേക്ക് ഗൗരി നേരിട്ട് പോണമായിരുന്നോ? ഇതെന്താ പ്രേം, ഒരുമാതിരി ഭാര്യയെ സംശയിക്കുന്ന ഒരു ഭർത്താവിന്റെ സ്വരത്തിൽ? ഒരു ഭാര്യയോട് ഭർത്താവിനുള്ള അധികാരം അവന് നിന്നോടുണ്ടെന്ന് കൂട്ടിക്കോ. നീ ഇന്ന് ആരെ കാണാനടിയാ 5 സ്റ്റാർ കോളനി പോയത്? ഗൗതം, ഗൗരി ഒരു കാര്യം ഓർക്കണം, നമ്മളെല്ലാം സെലിബ്രിറ്റികളാ. ചെറിയ കാര്യങ്ങൾ നാളെ വലിയ വലിയ വാർത്തകളാവും. അത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യും. പ്രേം, ഇവനോ വിവരമില്ല. ഈ ഒരു ചെറിയ കാര്യം എന്തിനാ ഇങ്ങനെ ഒരു ഇഷ്യൂ ആക്കുന്നത്? നിനക്കിതൊരു ചെറിയ കാര്യമായിരിക്കും. ഗൗതം പ്ലീസ്, ഇത് നമ്മുടെ വീടല്ല. ഇവൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആവശ്യം കൂടെ കൊണ്ട് നടന്ന് ചെലവിന് കൊടുക്കുന്ന ഒരു സുഹൃത്തിനെയല്ല, തെറ്റും ശരിയും പറഞ്ഞു കൊടുക്കുന്ന ഒരാളെയാണ് വേണ്ടത്. അൺഫോർച്ചുനേറ്റ്ലി പ്രേം അതല്ല ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായി. എൻജോയ് ദ പാർട്ടി. താലികെട്ട് കഴിഞ്ഞ് ഇന്ന് തന്നെ ചെക്കൻ്റെ വീട്ടിലേക്ക് പോകും. മുഹൂർത്തത്തിന് മുമ്പ് തന്നെ എത്തില്ലേ? ശരി. നമസ്കാരം. നമസ്കാരം. അത്തേക്കല്ലേ മാസ്റ്റർ, ഇപ്പോഴും ഒരു വിവരമില്ല. പറഞ്ഞ വണ്ടിക്ക് കയറിയിരുന്നെങ്കിൽ ഇതിനു മുമ്പ് ഇവിടെ എത്തേണ്ടതായിരുന്നു. സ്റ്റേഷനിലെത്തുമ്പോൾ ഇങ്ങോട്ട് വിളിക്കാന്ന് പറഞ്ഞു. ഇപ്പൊ വിളിച്ചപ്പോഴും ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഏതായാലും വണ്ടിയായിട്ടാണ് സ്റ്റേഷനിൽ കാത്തു നിൽപ്പുണ്ട്. ഛേ, ഇവനിത് എവിടെ പോയി കിടക്കുന്നു? ഇഡിയറ്റ്. എന്തായി? അന്തോണീസ് പുണ്യാളോ, ചുള്ളനായിട്ടാണല്ലോ ഇന്ന്. കുഞ്ഞുനാളിലെ പറഞ്ഞുറപ്പിച്ചിരുന്നതാ നിന്റെ കെട്ടിന് താലിമാല എന്റെ വകയാണെന്ന്. നിന്റെ ചേട്ടൻ ദുരഭിമാനി അത് സമ്മതിക്കാത്ത സ്ഥിതിക്ക് തൽക്കാലം ഇതിരിക്കട്ടെ. മുത്തുവണ്ണം വന്നോ? ഇല്ല, അവനിപ്പോ എത്തും. കല്യാണത്തിന്റെ തലേന്ന് തന്നെ വേണമായിരുന്നു ആന്റണി ചായ ഈ ഷൂട്ടിംഗ്. വർക്കല്ലേടി, നമ്മുടെ സൗകര്യത്തിനൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റുമോ? അവനിങ് എത്തിക്കോളും. നീ എളുപ്പം ഒരുങ്ങ്. മുഹൂർത്തത്തിന് മുമ്പ് വേറെയും ചടങ്ങുകളുള്ളതാ. ഓ ശരി. ഇന്നലെ തന്നെ എത്തിയല്ലേ? ഓക്കെ. അതെ, ഇവൻ ഈ മുത്തു ഇത് എവിടെ പോയി? എന്താടാ? എന്താ മാസ്റ്റർ? എന്താ മാസ്റ്റർ, എന്തു പറ്റി? ആന്റണി ഭാഷ വിളിച്ചിരുന്നു. മുത്തു ഇന്നലെ സെറ്റിൽ ആക്സിഡന്റ്.
then second kick, then straight kick. എന്താ ഭാഷ, എന്താ പറ്റിയത്? ഇന്നലെ വൈകുന്നേരം കെട്ടിടത്തിന് മുകളിൽ നിന്നൊരു ജമ്പിങ് ആയിരുന്നു. മുത്തൂനതും ചെയ്ത് വാശമില്ലട. പക്ഷെ 75,000 രൂപ പറഞ്ഞുറപ്പിച്ചായിരുന്നു. അതായിരിക്കും സേഫ്റ്റി നെറ്റ് എയർബെഡും ഒക്കെ ഒരുക്കിയിരുന്നതാണ്. പക്ഷെ എവിടെയോ കണക്കൂട്ടിൽ തെറ്റി തലയടിച്ച് അവൻ നമ്മുടെ മുത്തു പോയടാ. അതല്ല ഇവളുടെ കല്യാണം, അത് ഞാനുണ്ടാക്കുന്ന പൈസ കൊണ്ട് തന്നെ നടത്താൻ പറ്റുമോ? ഇവനെ ഇങ്ങനെ കിടത്തിയാൽ മതിയോടാ, കൊണ്ടുപോകണ്ടേ നമുക്ക്? വേണം, പക്ഷെ അതിനൊക്കെ ഒരു മുറയില്ലടാ. ഇതുപോലൊരു അപകടം നടന്നാൽ മരിച്ച ഫൈറ്ററെ ഫൈറ്റ് മാസ്റ്റർ വേണം വീട്ടിലെത്തിക്കാൻ. ഉദയോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു നോക്കി. ഷൂട്ടിങ് കഴിയട്ടെന്ന് അവൻ പറയുന്നു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് 6-7 മണിക്കൂറാണ്. ഇങ്ങനെ വാ. ആരാ ലൈറ്റ് ഓഫ് ചെയ്ത് ഷോർട്ട് സമയത്ത്? നിനക്കെന്താടാ എന്റെ സെറ്റിൽ കാര്യം? കൂടെ നിന്ന് ജീവൻ പണയം വെച്ചു എന്റെ ശവം അവിടെ കിടന്ന് ചെയ്യുമ്പോ തന്നെ വേണോടാ നിനക്ക് സിനിമ ഷൂട്ടിംഗ്? ആ കിടക്കുന്ന എന്റെ അസിസ്റ്റന്റാ, ഇത് എന്റെ സെറ്റും. ഇവിടെ എന്ത് വേണമെന്ന് നീ എന്നെ പഠിപ്പിക്കണ്ട. നിനക്ക് വേണ്ടിയല്ലടാ, നിന്റെ ഈ സിനിമയ്ക്ക് കൂടി വേണ്ടിയല്ലേ അവൻ പോയത്. നമ്മളൊക്കെ ഒരുമിച്ച് വളർന്നവരല്ലടാ. നമ്മുടെ മുത്തു അല്ലടാ കിടക്കുന്നത്. ആഹാ, വാചകടി നിർത്തി ഫീൽഡിൽ മാറിയിട്ട. നാളെ രാവിലത്തെ ഫ്ലൈറ്റിന് ഈ പടത്തിന്റെ നായകൻ ഹണിമൂണിനായി ന്യൂസിലൻഡിലേക്ക് പോവുകയാണ്. ഇന്നേ ദിവസം ഷൂട്ടിംഗ് നടന്നില്ലെങ്കിൽ ഈ പടത്തിന്റെ പ്രൊഡ്യൂസറായി എനിക്ക് എത്ര ലക്ഷം രൂപയാ നഷ്ടം വരുമെന്ന് എനിക്ക് അറിയാമോടാ. കല്യാണ പന്തൽ ആങ്ങളുടെ വരവും കാത്തൊരു പെങ്ങൾ കൊച്ചിരിപ്പുണ്ട് സാർ. അതിന്റെ കണ്ണീരിനേക്കാ വില വരുമോ നിങ്ങൾ ഈ പറഞ്ഞ ലക്ഷങ്ങൾക്ക്? ദയവ് ചെയ്ത് ഷൂട്ടിംഗ് നിർത്തിവെക്കണം. അവനെ വീട്ടിലെത്തിച്ച് ആ കുടുംബത്തിന് വേണ്ടത് എന്താന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കണം സർ, പ്ലീസ്. പിന്നെ കണ്ടവന്റെ ഒക്കെ കുഞ്ഞൂട്ടി പരാതിനും തീർക്കലല്ലേ എന്റെ ജോലി. മാനേജറുടെ കയ്യിൽ നിന്ന് 10,000-2,000 വാങ്ങി സ്ഥലം വിടാൻ നോക്കി. ചിക്കിളി എണ്ണി വാങ്ങിയിട്ടല്ലേ അവൻ ചാടിയത്. അവൻ ചത്ത അവന് പോയി. അതിന്റെ നഷ്ടം ഞാൻ സഹിക്കണമെന്ന് പറഞ്ഞാ ഇറങ്ങിപ്പോടാ കഴിവരുടെ മോനെ, ഇറങ്ങി പോകാൻ. പോകാനല്ലേ പറഞ്ഞത്? പോകാൻ.
കൂടപ്പുറപ്പിന്റെ ജീവൻ പണയം വെച്ചിട്ട് അതിന്റെ കൂലി വാങ്ങിച്ച് കണ്ണടച്ചിരുന്ന പരമച്ചറ്റയാ നീ. അവന്റെ ശവത്തിന്റെ മുകളിലൂടെ കുറച്ച് പണം വാരി എറിഞ്ഞാൽ ഒക്കെ തീർന്നു ഒരു നാറിയ പ്രൊഡ്യൂസർക്ക് പറയാം. പക്ഷെ നീ അതിന് കൂട്ടു നിൽക്കരുതയാ. നീയും ഞാനും ചെയ്തിരുന്ന തൊഴിലാ അവനും ചെയ്തിരുന്നത്. ആ തൊഴിലിനൊരു സത്യം ഉണ്ടടാ, മര്യാദയുണ്ട്. അത് നീ മറന്നു. പക്ഷെ ഒക്കെ ഓർക്കാൻ ഒരു ദിവസം വരും. ഓർക്കാൻ ഒരു ദിവസം വരും. സർ, ഇന്നലെ സെറ്റിൽ ഒരു ആക്സിഡന്റ് നടന്നു എന്നല്ലാതെ ഒരാൾ മരിച്ചു എന്നുള്ള വിവരം ഞാൻ അറിഞ്ഞിരുന്നില്ല. നമ്മുടെ കൂടെ ജോലി ചെയ്ത ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ട് ഒരു ദിവസത്തേക്ക് പോലും ഷൂട്ടിംഗ് നിർത്തിവെക്കാൻ പറ്റാത്ത വിധം തിരക്ക് എന്റെ അറിവിൽ ഒരു സിനിമയ്ക്ക് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല സർ. ഇത് വളരെ മോശമായി പോയി. എനിക്കിനി വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഐ എം സോറി. ഗുഡ് ഈവനിങ് സാർ. നീ മാത്രമേ ഉള്ളെന്ന് പറഞ്ഞിട്ട് എന്താ ഗൗരി, ഞാൻ വന്നത് ബുദ്ധിമുട്ടായ? ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല. ഗൗരി മേനോൻ ഇല്ലെങ്കിൽ ഒരു ചിത്രവും ഹിറ്റാകാത്തവൻ എന്നൊരു പേര് കഴിഞ്ഞ പടത്തോടെ എനിക്ക് പതിച്ചെന്നല്ലോ. അതുകൊണ്ടാ ഈ തിരുമുഖം ഒന്ന് കാണിക്കാനെത്തിയത്. ഇന്ന് അവിടെ ഷൂട്ടിംഗ് മുടങ്ങിയോ? ആ, സെറ്റിലൊരു ഫൈറ്റർ അപകടത്തിൽ മരിച്ചുപോയി. എന്നിട്ട് ആ മരിച്ചവന്റെ വീട്ടിൽ നീ പോയിരുന്നോ? പോയിരുന്നു. എന്തേ? ഏതോ ഒരു ഫൈറ്റർ മരിച്ചു പോയതിന്റെ പേരിൽ ഷൂട്ടിംഗ് മുടക്കി ശവടക്കിന് അവന്റെ വീട്ടിൽ പോയ ചരിത്രത്തിൽ ആദ്യ നായികയായിരിക്കുന്നു. നിന്റെ ആരടിയാ ചത്തവൻ? അതിന്റെ പേരിൽ അവിടെ ഷൂട്ടിംഗ് മുടക്കാൻ വന്ന ഫൈറ്റർ ആന്റണിയും നീയും തമ്മിൽ എന്തടി ബന്ധം? ഗൗതം, നീ നല്ല ഫിറ്റാണ്. നമുക്ക് നാളെ രാവിലെ സംസാരിക്കാം. നീ ചെല്ല്. എന്നെ പറഞ്ഞുവിടാൻ നീ ആരടി? അറിയേണ്ട കാര്യങ്ങൾ അറിഞ്ഞിട്ടേ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. ഗൗരി, ഗൗരി ഇന്നൊരു വലിയ സ്റ്റാറാണ്. ഒരു ഫൈറ്റർ മരിച്ചുപോയതിന്റെ പേരിൽ ഷൂട്ടിംഗ് നിർത്തിവെക്കുക, പ്രൊഡ്യൂസറോട് മോശമായിട്ട് സംസാരിക്കുക, ഇതൊക്കെ വലിയ ചീത്തപ്പേരുണ്ടാക്കും. ഇപ്പൊ തന്നെ ഗൗരിയെക്കുറിച്ച് പല ഗോസിപ്പുകളും ഇൻഡസ്ട്രിയിലുണ്ട്. ഒരു കോ ആർട്ടിസ്റ്റ് എന്നതിലുപരി ഗൗരിയുടെ കാര്യത്തിൽ എനിക്ക് ശ്രദ്ധയുണ്ട്. അല്ല, അത് അങ്ങനെ വേണമെന്ന് തന്നെയാണ് ഗൗരിയുടെ അമ്മയും എന്നോട് പറഞ്ഞിട്ടുള്ളത്. പ്രേം, ഒരു കോ ആർട്ടിസ്റ്റ് ആയിട്ടെങ്കിലും നിങ്ങൾ എന്നെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഉപദേശിക്കാൻ എന്ന പേരിൽ ഇങ്ങനെ ഈ അവസ്ഥയിൽ ഇവനെയും വിളിച്ചുകൊണ്ടുള്ള ഈ പാതിരാത്രിയിലെ വരവ് നിങ്ങൾ ഒഴിവാക്കുമായിരുന്നു. മാത്രമല്ല, എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ ഞാൻ ആർക്കും അനുവാദം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് പ്ലീസ് ഇവനെയും വിളിച്ചോണ്ട് ഇപ്പൊ എവിടുന്ന് പോണം? ഗൗരി, ഞാൻ പ്രേം, പ്ലീസ് ഗെറ്റ് ഔട്ട്. ഇറങ്ങിപ്പോടാ. ഗൗതം, വാടാ. പോവാൻ പറടാ കൂത്തിച്ചോട്. അവളില്ലാതെ എങ്ങനെ ജീവിക്കണമെന്ന് ഈ ഗൗതമിന് അറിയാം. ഇനി അതല്ല ഒഴിവാക്കേണ്ടത് അവളെയാണെങ്കിൽ അതിനുള്ള വഴിയും ഞാൻ കണ്ടിട്ടുണ്ട്. കഴിവറ മോനെ, കൊന്നുകളയും ഞാൻ. ചെല്ലും ചെലവും തന്ന് നിന്നെ ഈ പോറ്റുന്നതേ നിന്റെ പെങ്ങളൊരുത്തിയെ ചൂണ്ടയെ പോലെ എന്റെ മുന്നിലിട്ട് ആട്ടുന്നുണ്ടാ. വർഷം കുറയായി അവളെ ഞാൻ മനസ്സിൽ കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്. അവളെങ്ങാനും എന്റെ കൈവിട്ടു പോയാ വച്ചേക്കില്ല ഞാൻ ഒന്നിനെ. മനസ്സിലായോടാ? മനസ്സിലായോടാ? നിങ്ങൾ ഇങ്ങനെ പരസ്പരം മേക്കിട്ട് കയറിട്ട് ഒരു കാര്യമില്ല.
അല്ലെങ്കിൽ പറ, ഇന്ന് നിന്റെ മുഖത്ത് നോക്കി ഇറങ്ങിപ്പോകാൻ പറയാൻ തക്ക ചങ്കുറ്റം അവക്ക് എവിടുന്ന് കിട്ടി? നിന്റെ പെണ്ണാണെന്ന് നീ മനസ്സിൽ ഉറപ്പിച്ചിരുന്നവള് ഇന്ന് നിന്നെ തിരിഞ്ഞു നോക്കാത്തതുകൊണ്ടാ. അവൻ ഒരുത്തനാ കാരണം. ആന്റണി, ടാർസൻ ആന്റണി. ഇന്ന് അവൻ പറയുന്ന അവക്ക് വേദവാക്യം. ആന്റണി കഴിഞ്ഞിട്ടേ ഉള്ളൂ ഗൗരിക്ക് നീയും ഇവനും. അതുകൊണ്ട് സമയം കളയാതെ അവന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കും. എൽദോ പറഞ്ഞത് ശരിയാ. ആ തെരുവ് പട്ടിയെ കണ്ടപ്പോൾ മുതൽ അവക്ക് ഈ മാറ്റം. പണി കൊടുക്കേണ്ടത് അവനാ നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. പക്ഷെ എങ്ങനെ? വഴി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ പ്രൊഡ്യൂസർ ബഷീർ സാറിന് നിന്നുപോയ പടവില്ലേ, അസുരപ്പടം. നാളെ വാഴക്കാല കോറിയയിലെ എൻ്റെ ക്ലൈമാക്സിന്റെ പാച്ച് വർക്കാ. ധർമ്മരാജനാ ഫൈറ്റ് മാസ്റ്റർ, ഒപ്പം ആന്റണി ഉണ്ടാവും. പറ്റുമോ നിനക്ക് നാളത്തോടെ അവനെ ഇല്ലാതാക്കാൻ? മാസ്റ്റർ, ഇൻഡസ്ട്രിയൽ ക്രെയിൻ ഇതുവരെ എത്തിയില്ലേ? 7 മണിക്ക് വരാമെന്ന് പറഞ്ഞതാ. ഇതുവരെ കാണാതായപ്പോൾ ഞാൻ പ്രൊഡക്ഷൻ മാനേജരോട് പറഞ്ഞിട്ട് ലോക്കലായിട്ട് വേറെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇങ്ങെത്തും. ഓ, ആന്റണി അവിടെ? അവൻ ഹാർനസ് ജാക്കറ്റ് ഇട്ടോണ്ടിരിക്കുക. ഹാർനസ് നല്ല ടൈറ്റ് ആണല്ലോ. മുകളിൽ നിന്ന് ചാടുമ്പോൾ ഹാർനസ് ലൂസ് ആവരുത്. സ്ട്രാപ്പ് ഇല്ലായിട്ടല്ലോ. എല്ലാം കൊടുത്തില്ലേ? ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ആ ശരി. ഈ ചാടുന്ന ചാട്ടത്തിന് ഡബിംഗ് സ്റ്റുഡിയോയിൽ ഇരുന്ന നായകന്റെ ഒരു നിലവിളിയുണ്ട്. അത് കാണുമ്പോഴാണ് ചിരി വരുന്നത്. ശരി, ക്രെയിൻ റെഡിയല്ലേ? ആ റെഡി. ഭാഷ റെഡിയല്ലേ? ഓക്കെ മാസ്റ്റർ. റെഡി മാസ്റ്റർ. എന്താണ് പറ്റിയത്? ആ ക്രെയിൻ ഓപ്പറേറ്റർ മനപ്പുറം ലിവർ ലൂസ് ആക്കിയതാ. അല്ല, ഒരിക്കലും റോപ്പ് പൊട്ടില്ല. അവൻ എവിടെ? വണ്ടി കാണാനില്ല. ഇറങ്ങി ഓടിയെന്നാ തോന്നുന്നത്. ഇറങ്ങി ഓടി പോയി വണ്ടി എടുക്കാൻ പറ. പോ ചെല്ലു, പോ. എന്താ ഇങ്ങനെ നോക്കിക്കുന്നേ? ഒന്ന് വേഗം പറയട്ടാ, ഇല്ലെങ്കിൽ ടാർസനൊരു ഒറ്റമൂലിയുണ്ട്. നല്ല തുരുമ്പിച്ച വാക്കത്തി കൊണ്ട് വാരിയലിന്റെ ഇടയ്ക്ക് വെച്ചൊരു പൂള്. എന്നിട്ട് അതിലോട്ട് ഒരുപിടി മണ്ണങ്ങ് വാരിയിടും. മണ്ണെന്ന് പറഞ്ഞാലേ 5 സ്റ്റാർ കോളനിയിലെ മണ്ണ കിടന്നു ചെയ്യും. മോനെ സാബു, നീയും ഞാനും തമ്മിൽ ഒരു പ്രശ്നവുമില്ല. നീ ഒരു കൊട്ടേഷൻ ഏറ്റെടുത്തു, അത് വൃത്തിക്ക് ചെയ്തു. നിന്നെ ഈ ജോലി ഏൽപ്പിച്ചതാരാണെന്ന് പറഞ്ഞാൽ വയറ് നിറച്ച് ബിരിയാണി വാങ്ങിച്ചു തന്ന് നിന്നെ വണ്ടി കയറ്റി വിടും ഞങ്ങൾ ഇവിടുന്ന്. ഇല്ലെങ്കിൽ പറയാ
തടയാൻ വന്ന കൊന്നുകളഞ്ഞ ആന്റണി, എന്തായി കാണിക്കുന്നേ? എന്താ കാര്യം? എന്താ കാര്യമെന്ന് ഇവനോട് തന്നെ ചോദിക്കും. മേഡം അറിഞ്ഞിരിക്കാൻ വഴിയില്ല. ഇന്നലെ സെറ്റിൽ ഒരു ആക്സിഡന്റ് നടന്നു. നായകന് ഡ്യൂപ്പിട്ട ഞാൻ പാറമടയുടെ മുകളിൽ നിന്ന് 200 അടി താഴത്തേക്ക് വീണു. ക്രെയിനിന്റെ ലിവർ ലൂസായിട്ട്. വീട്ടിലിരിക്കുന്ന അമ്മച്ചിയുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കും ആന്റണി ഇപ്പോഴും ജീവനോടെ ഉണ്ട്. പക്ഷെ അവനെ ഞാൻ പൊക്കി, ആ ക്രെയിൻ ഓപ്പറേറ്ററെ. ചോദിക്കേണ്ട പോലെ ചോദിച്ചപ്പോ അവൻ പറഞ്ഞു എന്നെ ഇല്ലാതാക്കാൻ കൊട്ടേഷൻ കൊടുത്തത് ഈ പരമ നാറിയാണെന്ന്. മനസ്സിലായില്ലേ? എന്നെ കൊല്ലാൻ കാശ് കൊടുത്ത് ഏൽപ്പിച്ചിരുന്നുവെന്ന് മേഡത്തിന്റെ പൊന്നാര ആങ്ങള. ഇന്ന് വരെ മുഖത്തോട് മുഖം കാണാത്ത ഇവൻ എന്നെ ഒഴിവാക്കേണ്ട കാര്യം എന്താണെന്ന് എനിക്കറിയാം. അതുപോട്ടെ, മേഡം ഒന്ന് കരുതിയിരുന്നു, നാളെ ഒരു ആവശ്യത്തിന് ഇന്ന് എന്നോട് ചെയ്തത് മേഡത്തിനോട് ചെയ്യാൻ ഇവൻ മടിക്കില്ല. സ്വന്തം ചോരയെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത പൊലയാടി മോനാ ഇവൻ.